കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന്. BDS വിദ്യാർത്ഥി നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങളിൽ നിതിന് പുറമെ പ്രിൻസിപ്പലും 3 അധ്യാപകരുമുണ്ട്. നിതിന്റെ ഫോൺ പരിശോധിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുമ്പുള്ളതാണ് ദൃശ്യങ്ങൾ. കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ജോസഫ്, നിതിന്റെ ഫോൺ നേരത്തെ പ്രിൻസിപ്പൽ അടക്കം പരിശോധിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നതാണ്. ഇപ്പോൾ അതിന്റെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രിൻസിപ്പലിനൊപ്പം മറ്റ് അധ്യാപകരും ഈ ഫോൺ പരിശോധിക്കുന്ന സമയത്തുണ്ട്. ഇവിടെ ഈ പരിശോധന കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നിതിൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അതിലെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമൃത ന്യൂസ് പുറത്തുവിടുന്നത്. ആദ്യം മുതൽക്ക് തന്നെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നത് നിതിൻ രാജിന്റെ മരണത്തിൽ നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ആപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണ്. ഈ ലതാ ശശിധരൻ എന്ന ടീച്ചറുടെ പരാതി ഈ പ്രിൻസിപ്പലിന് നൽകിയിരുന്നു. ആപ്പിൽ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കോൺടാക്ട് നമ്പർ നൽകിയതിൽ ഒരാളുടെ പേര് ലതാ ശശിധരൻ, ടീച്ചറായിട്ടുള്ള കോളേജിലെ അധ്യാപികയായിട്ടുള്ള ലതാ ശശിധരന്റെ പേരാണ് ഈ നിതിൻ രാജ് നൽകിയത്. ഇതിനെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലോൺ ആപ്പ് അധികൃതർ വലിയ രീതിയിലുള്ള ഭീഷണിയുമായി ലത ടീച്ചറെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എത്രയും വേഗം ഇത്തരത്തിൽ പണം തിരികെ അടയ്ക്കണമെന്നൊരു ആവശ്യമാണ് ഈ ലത ടീച്ചറിന് മുമ്പിൽ ആപ്പ് അധികൃതർ വെച്ചത്. മാത്രമല്ല, സമാനമായ രീതിയിൽ ഈ നിതിൻ രാജിനും വലിയ രീതിയിലുള്ള ഭീഷണി ആപ്പ് അധികൃതരിൽ നിന്ന് നേരിട്ടിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ലത ടീച്ചർ പ്രിൻസിപ്പലിന് ഒരു പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിതിൻ രാജിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ നിതിൻ രാജിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ലത ടീച്ചറിന്റെ നമ്പർ നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചോദിച്ചത്. ആ ഘട്ടത്തിൽ നിതിൻ രാജ് ഇത്തരത്തിൽ നമ്പർ നൽകിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പിന്നീട് പ്രിൻസിപ്പൽ ഫോൺ മേടിച്ച് ഇത്തരത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിതിൻ രാജിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൽ വിനോദ് മോനിക്ക് പുറമെ ഫൈസൽ CP, അക്കാദമിക് ഡീൻ ആൻഡ് HOD ഓഫ് ദ പീഡിയാട്രിക് ആൻഡ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയിലെ അധ്യാപകനാണ്. അതുപോലെ തന്നെ മറ്റ് 2 അധ്യാപകർ, ഈ ലതാ ശശിധരൻ ഉൾപ്പെടെ മറ്റൊരു ടീച്ചറും ഇതിനോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ നിതിൻ രാജ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ടീച്ചറുടെ പേര് കൊടുത്തിട്ടില്ല എന്ന് വാദിക്കുകയും പിന്നീട് ഇത്തരത്തിൽ അത് തെളിവുകൾ ഉൾപ്പെടെ പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ ലോൺ ആപ്പ് അധികൃതർക്കെതിരെ, ഇൻസ്റ്റാപേ ലോൺ ആപ്പ് അധികൃതർക്കെതിരെ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ അമൃത ന്യൂസ് പുറത്തുവിടുന്നത്. അതായത് നിതിൻ രാജ് മരിക്കുന്നതിന് 25 മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ. ഈ നിതിൻ രാജിനെ പ്രിൻസിപ്പൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു അധ്യാപികയുടെ പരാതിയിൽ നിതിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു പക്ഷേ ഇതായിരിക്കാം നിതിന്റെ മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഒന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സമയത്ത് ഡോക്ടർ സംഗീതയും അതുപോലെ തന്നെ ഡോക്ടർ രാമും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ച ഘട്ടത്തിലും ഇത്തരത്തിൽ അതേ വാദങ്ങൾ തന്നെ ഡോക്ടർ രാമും സംഗീതയും തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ അടിവരയിട്ട് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും പ്രിൻസിപ്പലിന്റെ മുറിയിൽ സംഭവിച്ചത് എന്താണ്, അതാണ് നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആപ്പുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ പരാതിയിന്മേലാണ് ഇത്തരത്തിൽ വിനോദ് മോനി, പ്രിൻസിപ്പൽ ആയിട്ടുള്ള വിനോദ് മോനി, അതുപോലെ തന്നെ അക്കാദമിക് ഡീൻ ആയിട്ടുള്ള ഫൈസൽ CP, മറ്റൊരു ലതാ ശശിധരൻ, അതുപോലെ തന്നെ മറ്റൊരു അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചർച്ച നടക്കുകയും നിതിനെ ആ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതാനും മിനിറ്റുകൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു. പിന്നീട് ഈ ഫോൺ അവിടെ വെച്ച് നിതിൻ രാജ് മടങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും
ഇതിന്റെ ഈ ഓഡിയോ ഉൾപ്പെടെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് മറ്റു ദൃശ്യങ്ങൾ ലഭിക്കുന്നത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും മരിക്കുന്നതിന് 25 മിനിറ്റ് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്ന് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ സംഭവിച്ചത് എന്ത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം വർദ്ധിക്കുന്ന കാര്യവും. എന്തായാലും ജോസഫ്, അത് തന്നെയാണ് നിതിന്റെ കുടുംബം നേരത്തെ തന്നെ നിതിന്റെ സഹോദരി അടക്കം പറഞ്ഞിരുന്നതാണ്. പ്രിൻസിപ്പലിന്റെ മുറിക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അവനെ മരിക്കാനുണ്ടായ ഒരു സാഹചര്യം അല്ലായിരുന്നു, വലിയ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രിൻസിപ്പലിന്റെ റൂമിൽ നടന്നത് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ് പ്രിൻസിപ്പലിന്റെ റൂമിനകത്ത് എന്താണ് ഉണ്ടായത്. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത വരണം. ഏതൊക്കെ തരത്തിലുള്ള സംഭാഷണങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിന്റെ ഫോൺ പരിശോധിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അഖില, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ പരാതിയിൽ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഫൈസൽ CP ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ മുൻപിൽ വെച്ച് ഇത്തരത്തിൽ ചോദ്യം ചെയ്തതായിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിന്റെ കുടുംബം ആദ്യം മുതൽക്ക് തന്നെ പറയുന്ന ഒരു കാര്യം, ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കോളേജ് അധികൃതർ ഒരു വ്യക്തത വരുത്തണമെന്ന കാര്യമാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിതിൻ രാജ് ഈ ക്ലാസ് റൂമിൽ ജാതി അധിക്ഷേപവും വർണ്ണവിവേചനവും നേരിട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഡോക്ടർ റാമിന് വ്യക്തമായ കരങ്ങളുണ്ട്. ഈ നിതിൻ രാജിന് മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏകദേശം 150-ലേറെ പരാതികളാണ് ഈ ഒരു അധ്യാപകനെതിരെ മാത്രം ഈ ജാതി വിവേചനത്തിനും മറ്റ് കളർ ഡിസ്ക്രിമിനേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഡയറക്റ്റ് തെളിവുകളിലേക്ക് ഈ ഡോക്ടർ റാമിനെ ബന്ധിപ്പിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ റാമിനെ പിടികൂടാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയാത്തതെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അതിന്റെ ഒരു ഉത്തരം ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ആ ഉത്തരം ഇതാണ്, അതായത് ഇത്തരത്തിൽ ഡോക്ടർ റാമിനെ ഈ മരണവുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള തെളിവുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുൻപുണ്ടായ ചില സംഭവങ്ങളുടെ പുറത്താണ് ഇത്തരത്തിൽ ഡോക്ടർ റാമിനെതിരെയും ഡോക്ടർ സംഗീതയ്ക്കെതിരെയും നിതിൻ രാജ് ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള തെളിവുകൾ അവശേഷിപ്പിച്ച് ജീവൻ ഒടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നത്. പക്ഷേ ഈ മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമായത് ഒരു സംഭവം എന്ന് പറയുന്നത് അന്ന് ഏപ്രിൽ 10 വെള്ളിയാഴ്ച ഈ ഉച്ചയ്ക്ക് 12:30 ശേഷം ഈ പ്രിൻസിപ്പലിന്റെ റൂമിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും പോലീസ് ഇതെല്ലാം വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ മറ്റാരോടും സംസാരിക്കാതെ നേരെ ഈ മെഡിക്കൽ കോളേജിലേക്ക് നടന്നു നീങ്ങിയും ആ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയുമായിരുന്നു. എന്തായാലും ഈ സംഭവമാണ് ഇതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നത്. എന്തായാലും ഈ മുറിയിൽ നടന്ന കാര്യം ഈ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് തന്നെ ഈ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അന്വേഷണവും അത്തരത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് അഖില. ശരി, ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, അതായത് പോലീസ് അവിടെ എത്തി ചില തെളിവുകൾ ശേഖരിച്ചിരുന്നു, കാര്യമായ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു, പലരുടെയും മൊഴിയൊക്കെ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക്, അതായത് അവിടുത്തെ സംഭാഷണങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അത്രയും വലിയ മാനസിക പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ, അതായത് ആത്മഹത്യയിലേക്ക് ഇതിനെ നയിക്കാൻ തക്ക എന്ത് തരത്തിലുള്ള സംഭാഷണമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതെല്ലാം വ്യക്തമായി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും നേരത്തെ പലതവണ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മറ്റു കുട്ടികളും ധാരാളം കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമിനെതിരെ കടുത്ത ആരോപണവുമായി കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്ത് വന്നത് കണ്ടതാണ്. ആ തരത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും നിർണായക CCTV ദൃശ്യങ്ങളാണ് അമൃത ന്യൂസ് പുറത്തുവിടുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ നിർണായക CCTV ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസും ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ശബ്ദമടക്കമുള്ളവ പോലീസിന്റെ കയ്യിലുണ്ടാവും. അവർ കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.